താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ. കാരണം നമ്മളിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി അയക്കുന്നു. ഇപ്പം കമൻറ്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും അങ്ങനെ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഒരു ജേർണൽ കംപ്ലീറ്റ് ആയി. അതേപോലെ എൻ്റെ 1000 ഫോളോവേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. എൻ്റെ സൗണ്ട് അങ്ങനെ റെഡി ആയിട്ടില്ല, കുറച്ചും കൂടെ റെഡി ആവാനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ എന്നെയും കൂടെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം ഞാൻ ചെയ്യുന്ന എൻ്റെ ഹാർഡ് വർക്കും അതേമാതിരി തന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. അപ്പം ഞാൻ എനിക്കും കൂടെ താങ്ക് യു പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും ഈ 1000 ആൾക്കാർക്കും ഒരു റിഗ്രറ്റും അടിക്കാതെ തന്നെ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം. 1K പറയുന്നത് കുറേ ആൾക്കാർക്ക് ഇതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ബൈ പാസിങ് ത്രൂ ദീസ് ഇപ്പം എനിക്കിതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ ഏതൊരു ചെറിയ കാര്യവും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണല്ലോ, എൻജോയ് ദ ലിറ്റിൽ തിങ്സ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാപ്പി ആണോ എന്ന് നോക്കിയാൽ പോരെ. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷിക്കാനുണ്ടാവുക. അപ്പം ഞാൻ എൻ്റെ ജേർണൽ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ ജേർണലിൻ്റെ സ്റ്റാർട്ടിങ് പേജ് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ റൂം മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞുണ്ട്. അപ്പം നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ ഞാൻ റൂം മേക്ക് ഓവറിൻ്റെ പാർട്ട് 2 വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇപ്രാവശ്യം കുറച്ച് പ്രിൻസൊക്കെ എടുത്തിട്ടുണ്ട്, സ്റ്റിക്കേഴ്സും ലെറ്റേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഈ ജേർണലിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു സിംഗിൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. 100 ഡേ സീരീസിൻ്റെ അകത്ത് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് വന്നിട്ട് കിടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിനി ജേർണൽ തന്നെ തുടങ്ങിയാലോ. ഹോബീസ് എനിക്കിപ്പം വേണ്ടാന്ന് തോന്നുക. കാരണം ഹോബീസ് ഉള്ളതൊക്കെ നമുക്ക് വീഡിയോ വ്ളോഗായിട്ട് ചെയ്തിട്ട് ജേർണൽസ് ഫുള്ളും ഷോർട്സ് ആക്കി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാനിത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു എപ്പിസോഡ്സ് ആക്കിയിട്ട് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഡേ ഇൻ മൈ ലൈഫും മറ്റേതിനെക്കാട്ടിലൊക്കെ ജേർണൽസിനാണ് കുറച്ചും കൂടെ ആൾക്കാരുള്ളതെന്ന്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ജേർണലിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിനനുസരിച്ച് നോക്കാം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് എന്ത് കണ്ടന്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നോ അതിൽ സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ശരിക്കും ഞാനെന്തൊന്നും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലേക്കും ഇങ്ങനെ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് തന്നെ ഇത് കണ്ടന്റ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ടാസ്കിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ അതാ ഇങ്ങനെ ഇവിടെ എത്തി. എല്ലാവർക്കും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് സമയം തന്നാലേ പോവും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഫോണ് കളിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ സമയമേ ഉണ്ടാവില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കൂടുതലാണ്. എപ്പോഴും ഞാൻ ഫോണിൽ കളിച്ചിരിക്കല്ലാണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യലുണ്ട്. അപ്പം വെറുതെ കളയുന്ന സില്ലി ഒരു ലൈഫ് അല്ലേനും. പക്ഷേ ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും എന്ന് എനിക്കറിയില്ല. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല. എനിക്കാണെങ്കിൽ ഈ ആർട്ടും ക്രാഫ്റ്റും അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂടുതലും അതിലാണ് ചിലവഴിക്കുന്നത്. എല്ലായ്പ്പോഴും നമുക്ക് സപ്പോർട്ടുകളൊന്നും കിട്ടിയെന്ന് വരില്ല. ഞാൻ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് എടുത്ത ഡിസിഷനും അതേമാതിരി തന്നെ ഞാൻ തന്നെ തുടങ്ങി വെക്കുന്ന കാര്യങ്ങളും ആയിരിക്കും. ഇപ്പം തന്നെ ഞാൻ ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഓണറാണ്. ഇപ്പോൾ ഒരു 1 year ഒക്കെ ആയി. അപ്പോൾ അതിനാണെങ്കിൽ ആരും സപ്പോർട്ടൊന്നും ചെയ്തിട്ട് തുടങ്ങിയതൊന്നുമല്ല. ദിവസം രാത്രി നല്ല വൈകിയുണ്ട്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പുതിയ പേജ് തുടങ്ങി. അപ്പം ഞാൻ അവളടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും ഒരു പേജ് തുടങ്ങി. പക്ഷേ എന്ത് സ്റ്റാർട്ട് ചെയ്യണോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് എനിക്ക് അറിയൂലേനു. മെറ്റീരിയൽസൊക്കെ എവിടുന്ന് കളക്ട് ചെയ്യും, ഫോട്ടോ എവിടുന്ന് എടുക്കും, ഇതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ലാസ്റ്റ് ഞാൻ തന്നെ എല്ലാം തപ്പിപ്പിടിച്ച് ഒരു ദിവസം ഇതിനായിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് അത്. അതേപോലെ തന്നെ ഇനിയും എൻ്റെ യൂട്യൂബ് ചാനലും. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാനല്ല. യൂട്യൂബ് എടുത്ത സമയത്ത് വെച്ചാനും ക്രിയേറ്റഡ് ആയി കിടക്കുന്നതാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടും കൂടെ ഇല്ല. അങ്ങനെ പെട്ടെന്നുള്ളൊരു ഇതിൽ അങ്ങോട്ട് ചാടിക്കയറി വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്തൊക്കെയോ വീഡിയോ ഉണ്ടാക്കല്. അതിനുശേഷം പിന്നെ ഒരു റിയാലിറ്റി കണ്ടന്റുകളിലേക്ക് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഉള്ള കാര്യമൊന്നും അല്ലെങ്കിലും ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെട്ടാലോ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച എന്തായാലും ചെയ്യാം. അങ്ങനെ ഇന്നിപ്പോൾ അത് അങ്ങനെയൊക്കെയായി. പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ ഈ ജേർണലൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബുക്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. സാധാ A4 ഷീറ്റ് വെച്ചിട്ടൊക്കെ ചെയ്ത് ഒരു 100, 120, 200, 300 അങ്ങനത്തെ റേറ്റിനൊക്കെ വിൽക്കും. അതൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ലേനു. പിന്നെ ഞാൻ ആ പൈസ പോക്കറ്റ് മണി ആക്കി വെച്ചിട്ട്
അത് വെച്ചിട്ട് എനിക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ അന്ന് ഞാൻ വാങ്ങിയത് കുറേ സ്റ്റോറി ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയും ബുക്ക് ഉണ്ടാക്കാനുള്ള പേപ്പേഴ്സൊക്കെ വാങ്ങും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഈ ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ ബുക്ക് ഉണ്ടാക്കാൻ നല്ല പണിയാണ്. അത്യാവശ്യം ഞാൻ പഴയ പേജസൊക്കെ കളക്ട് ചെയ്തിട്ട് ബുക്ക് ഉണ്ടാക്കും. അപ്പം ഈ പേജസൊക്കെ പല വലുപ്പവും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഇവർ കാണുന്നത് വീട് ഫുള്ള് പേപ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ അതിന് കുറേ ചീത്തയൊക്കെ കേട്ട് ഏറെക്കുറെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു മടുപ്പായി. പിന്നെ ഞാൻ ചെറുങ്ങനെ അതൊക്കെ അങ്ങ് വിട്ട്. അങ്ങനെ ലാസ്റ്റ് ഉണ്ടാക്കിയ ബുക്കാണ് എൻ്റെ ജേണൽ. ഇപ്പം ഞാൻ ഫ്ലിപ്പ് ത്രോ ഒക്കെ ഇട്ട ആ ജേണൽ. പക്ഷേ അന്ന് എനിക്ക് ആര് പറയുന്നത് കേൾക്കാണ്ട് പിന്നെയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് എന്തോ അന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നെയും കുറച്ചും കൂടി മടിച്ചായി. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഫോണൊന്നും തരൂല. അതുകൊണ്ട് തന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നേനും ചെയ്യല്. ഇപ്പം ഞാനൊരാളെ കാണുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യും, അയാൾക്ക് വേണ്ട സാധനങ്ങൾ ചെയ്തു കൊടുക്കുകയും വാങ്ങിക്കൊടുക്കുകയും ചെയ്യുള്ളൂ. ഇപ്പം ചുറ്റിലും പേപ്പേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് ഇങ്ങോട്ട് ചെന്ന് ഒന്നും പറയാൻ നിൽക്കില്ല. അഥവാ നമ്മൾ അവിടെ വൃത്തികേടാക്കി ഇട്ട് വെച്ച് പോയതാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരെയും മെൻ്റൽ കപ്പാസിറ്റിയും വ്യത്യാസം ഉണ്ടാവും. അതേമാതിരി തന്നെ എല്ലാവരെയും കഴിവുകളും വേറെ തന്നെ ആയിരിക്കും. നമ്മളെല്ലാം കൊണ്ട് യുണീക്ക് ആക്കുന്ന കുറേ കാര്യങ്ങളില്ലേ. നമ്മൾ ഒരാളെ അടുത്തുനിന്ന് പഠിക്കുന്ന കഴിവുകളല്ലാണ്ട് നമുക്ക് സ്വയമായിട്ട് കുറേ കഴിവുണ്ട്. പലരും പല രീതിക്കാരല്ലേ. അപ്പോൾ പലരെയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് തിരിച്ച് അങ്ങോട്ട് നിന്ന് കൊടുത്താൽ പോരെ. നമുക്കത് ചെയ്യാൻ പറ്റൂലെങ്കിൽ അപ്പുറത്തെ ഭാഗത്തുള്ളവർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അവരോട് അതിനുള്ള കാര്യം പറയുക. ആ അടിപൊളിയായിട്ടുണ്ട്, ഓ സൂപ്പർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഓർക്ക് അതൊരു വലിയ ഹാപ്പിനെസ് ആയിരിക്കും. ആ പേപ്പറോ അല്ലെങ്കിൽ വരച്ച കാര്യമോ എപ്പോൾ ചിന്തിക്കുകയാണെങ്കിലും ഈ പറഞ്ഞൊരു കാര്യം ഒരിക്കലും മറക്കൂല. ഇന്നെന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ആലോചിച്ചിട്ടും കൂടില്ല. ഇത് എനിക്ക് ഇപ്പം എൻ്റെ മൈൻഡിലേക്ക് വന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെ ഡിജി ഡയറി അല്ലേ, അപ്പം എനിക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ബുക്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബുക്സ് ഓഫ്ലൈൻ ആയിട്ടാണോ ഓൺലൈൻ ആയിട്ടാണോ വാങ്ങുന്നത് നല്ലത്. ജേർണൽസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഓഫ്ലൈൻ ആയിട്ട് വാങ്ങുന്നതിനെക്കാട്ടിലും ഓൺലൈൻ ആയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. ബിക്കോസ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും, അതേമാതിരി കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുകയും ചെയ്യും. സ്റ്റോറി ബുക്സ് ഒക്കെ ആണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. ബുക്സിൻ്റെയും പേജസിൻ്റെ ഒക്കെ ക്വാളിറ്റി നല്ലതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.